വൻ ക്രമക്കേടുകളെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലുള്ള വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിലെ നിക്ഷേപകർ പ്രതിസന്ധിയിൽ. വായ്പ തിരിച്ചടവിനോ കുടിശ്ശിക നിവാരണത്തിനോ നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ 4 മാസമായി ഓഫീസ് തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ നിക്ഷേപകർ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ നടത്തി. നിക്ഷേപകരുടെ 54 കോടിയോളം രൂപ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തെന്ന് കണ്ടെത്തിയതോടെയാണ് സംഘം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാക്കിയത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി ഓഫീസ് തുറക്കാതായതോടെ കുടിശ്ശിക നിവാരണത്തിന് നടപടിയുണ്ടായിട്ടില്ലെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. ലോഡ് എടുത്തവർ അവരൊക്കെ അടയ്ക്കാൻ കൊണ്ടുവന്നിരുന്നാലും കൂടെ അടയ്ക്കാൻ പോലും സൗകര്യം അവിടെ കൊടുക്കുന്നില്ല. എന്നുവെച്ചാൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. 16 ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് പണവുമില്ല, പലിശയുമില്ല. പൈസയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരുമാതിരി ബെഗേഴ്സിനോട് പെരുമാറും പോലെയാണ് സ്റ്റാഫുകൾ നമ്മളുടെ പെരുമാറുന്നത്. തട്ടിപ്പിൽ പങ്കില്ലാത്ത ജീവനക്കാരെ കൊണ്ട് ഓഫീസ് തുറന്നു പ്രവർത്തിപ്പിക്കണം. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലെന്ന് നിക്ഷേപകർ പറയുന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല, കുട്ടികളുടെ കല്യാണം നടത്താൻ നിവർത്തിയില്ല. ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് മാറ്റുന്നതല്ലാതെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 2 ബുദ്ധിമാന്യമുള്ള കുട്ടികളാണ്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പൈസ അത് ഒന്നിച്ചു കൊണ്ടിട്ടല്ല, കുറച്ചായിട്ട് ഞാൻ ആക്കിയതാണ്. അതിൻ്റെ അവർ പലിശയും ഇല്ല, മുതലും ഇല്ല. എനിക്ക് ഇളയ മോനാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ, മരിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ചികിത്സയ്ക്ക് പോലും അവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് അവർ തന്നില്ല. നിവർത്തിയില്ല. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അറിയിക്കും. വഴിമുട്ടി നിൽക്കുന്നവർക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. അടിയന്തരമായി ഗവൺമെന്റ് നിലപാടെടുക്കണം. അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെച്ച ആളോട് ചാർജ് എടുക്കാൻ പറയണം, അല്ലെങ്കിൽ വേറെ ആളെ വെക്കണം. നിക്ഷേപകർക്ക് അവരുടെ പലിശ ഉൾപ്പെടെ തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം. നിക്ഷേപകനറിയാതെ സ്ഥിര നിക്ഷേപത്തിന്മേൽ വ്യാജ വൗച്ചർ ഉണ്ടാക്കി പണം തട്ടിയത് മുതൽ വൻ ക്രമക്കേടുകളാണ് സംഘത്തിൽ നടന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.